വാട്ടർ സോഴ്സുകളുടെ രണ്ടാമത്തെ പോയിൻ്റാണ് ഗ്രൗണ്ട് വാട്ടർ. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ എന്ന ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വാട്ടർ സോഴ്സിൻ്റെ റെയിൻ അതേപോലെ തന്നെ സർഫസ് വാട്ടർ രണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഗ്രൗണ്ട് വാട്ടറിനകത്ത് എന്തൊക്കെയാണ് വരുന്നതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഇതിനകത്ത് നമുക്ക് കിണറുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അത് 2 ടൈപ്പ് കിണറുകളുണ്ട്. കിണറുകളുടെ ക്വാളിറ്റി, അതിൻ്റെ കുറച്ച് ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാമാണ് ഗ്രൗണ്ട് വാട്ടറിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ? റെയിൻ വാട്ടർ പെർക്കുലേറ്റിംഗ് ഇൻ ടു ദി ഗ്രൗണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ഗ്രൗണ്ട് വാട്ടർ. മഴവെള്ളം ഭൂമിയിലേക്ക് അരിച്ചിറങ്ങിയിട്ടാണ് ഈ ഗ്രൗണ്ട് വാട്ടർ ഉണ്ടാകുന്നത്. നമുക്കിപ്പോൾ സാധാരണ നമുക്കറിയാവില്ലേ, കിണറൊക്കെ നിർമ്മിക്കുമ്പോൾ ഒരു നിശ്ചിത ആഴം കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ആ വെള്ളം നമുക്ക് ലഭ്യമാകുന്നത്. ഇതെല്ലാം ഈ ഗ്രൗണ്ട് വാട്ടറിനൊക്കെ അതിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് റെയിൻ വാട്ടർ തന്നെയാണ്. റെയിൻ വാട്ടർ ഭൂമിയിലേക്ക് അരിച്ചിറങ്ങിയിട്ടാണ് ഗ്രൗണ്ട് വാട്ടർ ഫോം ചെയ്യുന്നത്. അപ്പം അതിനകത്ത് എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രൗണ്ട് വാട്ടറിൽ അത് പാത്തോജൻസ് ഉണ്ടാവില്ല, ഫ്രീ ഫ്രം പാത്തോജൻസ്. അതുപോലെ തന്നെ റിക്വയർ മോഡറേറ്റ് ട്രീറ്റ്മെൻറ്റ്സുകളാണ് അതിന് ആവശ്യം. അതിൻ്റെ പ്യൂരിഫിക്കേഷൻ ടെക്നോളജിയൊക്കെ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റുകളാണ് ഗ്രൗണ്ട് വാട്ടറിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഇപ്പം ഡ്രൈ സീസണിൽ വേനൽക്കാലത്തൊക്കെ വറ്റിപ്പോകുന്ന അവസ്ഥയിലാണ് ഈ സോഴ്സുകൾ ഗ്രൗണ്ട് വാട്ടർ ഉണ്ടാകുന്നത്. സപ്ലൈ ലൈക്ലി ടു ബി സെർട്ടൻ ഡ്യൂറിങ് ഡ്രൈ സീസൺ എന്ന് പറയുന്നത്. ഡ്രൈ സീസൺ ആകുമ്പോൾ അതിൻ്റെ സപ്ലൈ കുറഞ്ഞിരിക്കും. ഇനി അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ലെസ് സബ്ജക്റ്റഡ് ടു കണ്ടാമിനേഷൻ ആസ് കമ്പയർഡ് ടു സർഫസ് വാട്ടർ. സർഫസ് വാട്ടർ പെട്ടെന്ന് കണ്ടാമിനേഷൻ അല്ലെങ്കിൽ പൊല്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാൽ ഗ്രൗണ്ട് വാട്ടർ അത്തരത്തിലുള്ളൊരു കണ്ടാമിനേഷന് സാധ്യത കുറവാണ്, അല്ലേ? ലെസ് സബ്ജക്റ്റഡ് ടു കണ്ടാമിനേഷൻ ആസ് കമ്പയർഡ് ടു സർഫസ് വാട്ടർ. സർഫസ് വാട്ടറിനേക്കാളും കണ്ടാമിനേഷൻ്റെ തോത് കുറവാണ് ഗ്രൗണ്ട് വാട്ടറിനും ഉണ്ടാവുകയുള്ളൂ. ഇനി അതിൻ്റെ തന്നെ ഡിസ്അഡ്വാൻറ്റേജുകളാണ് അടുത്തതാണ്. എന്താണ് ഡിസ്അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്? ഹൈ ഇൻ മിനറൽ കണ്ടൻറ്റ്. മിനറൽ കണ്ടൻറ്റുകൾ അധികമായിരിക്കും. ഓക്കെ. റിക്വയർസ് പമ്പിങ് ഓർ സം അറേഞ്ച്മെൻറ്റ് ടു ലിഫ്റ്റ് ദി വാട്ടർ ഫ്രം ദി ഡോൺ. നമുക്ക് ഈ വെള്ളം നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അത് പമ്പ് ചെയ്തെടുക്കേണ്ടി വരും. ഓക്കെ. ഗ്രൗണ്ട് വാട്ടർ പമ്പ് ചെയ്തെടുത്താലാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് യൂഷ്വൽ ഗ്രൗണ്ട് വാട്ടർ സോഴ്സ് വെൽസ് ആൻഡ് സ്പ്രിങ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഗ്രൗണ്ട് വാട്ടറിൻ്റെ സോഴ്സ് പ്രധാനമായിട്ടും കിണറുകളും സ്പ്രിങ്സുകളാണ് ഗ്രൗണ്ട് വാട്ടറിൻ്റെ മെയിൻ സോഴ്സുകൾ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് കിണറുകളെ കുറിച്ച് പഠിക്കാം. എന്താണ് കിണറുകൾ? കിണറുകൾ നമുക്ക് പ്രധാനമായിട്ട് 2 ടൈപ്പ് കിണറുകളാണ് പഠിക്കാനുള്ളത്. അതിലേക്കാണ് വരുന്നത്. നമുക്ക് തന്നെ സാധാരണയായിട്ട് നമുക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോഴ്സായിട്ടാണ് കിണറുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ 2 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ഷാളോ വെല്ല്. ഷാളോ വെല്ല് എന്ന് പറഞ്ഞാൽ ആഴം കുറഞ്ഞ കിണറുകളും ഡീപ്പ് വെൽസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴം കൂടിയ കിണറുകളാണ്. ഈ 2 ടൈപ്പ് വെള്ളത്തിനകത്ത് അതിൻ്റെ ക്വാളിറ്റികൾ, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നാണ് പഠിക്കേണ്ടത്. അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലേ? ഷാളോ വെല്ലിൻ്റെ ഡീപ്പ് വെല്ലിൻ്റെ ഡെഫിനിഷനുകൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെ നമുക്ക് പഠിക്കാം. ഷാളോ വെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷാളോ വെല്ല് എവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത്? ടാപ്പ് ദി വാട്ടർ ഫ്രം എബോവ് ദി ഫസ്റ്റ് ഇംപ്രൂവൈസ് ലെയർ എന്ന് പറയുന്നത്. ഭൂമിയിലെ ഈ ഇംപ്രൂവൈസ് ലെയറിൻ്റെ മുകൾ ഭാഗത്തിൽ നിന്ന് വെള്ളം എടുക്കുന്ന കിണറുകളാണ് ഷാളോ വെല്ലുകൾ. ഓക്കെ. അപ്പോൾ അതിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് മീൻസ് ഡീപ്പ് വെൽ എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് ഇംപ്രൂവൈസ് ലെയറിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് വെള്ളം എടുക്കുന്ന കിണറുകളാണ് ഡീപ്പ് വെല്ലുകൾ എന്ന് പറയുന്നത്. ഓക്കെ. പരീക്ഷയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഷാളോ വെല്ലും ഡീപ്പ് വെല്ലും ഏത് ഭാഗത്തു നിന്നാണ് വെള്ളം എടുക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനിൽ ഷാളോ വെല്ലുകൾ എന്ന് പറയുമ്പോൾ ടാപ്പ് ദി വാട്ടർ ഫ്രം എബോവ് ദി ഫസ്റ്റ് ഇംപ്രൂവൈസ് ലെയർ, ഷാളോ വെല്ലുകൾ. ഡീപ്പ് വെല്ലുകൾ നേരെ അതിന് താഴെ നിന്നാണ് ഡീപ്പ് വെല്ലുകൾ വെള്ളം എടുക്കുന്നത്, ബിലോ ദി ഫസ്റ്റ് ഇംപ്രൂവൈസ് ലെയർ എന്ന് പറഞ്ഞാൽ. ഇനി ഇതിൻ്റെ കെമിക്കൽ ക്വാളിറ്റി എന്തായിരിക്കും? കെമിക്കൽ ക്വാളിറ്റി എങ്ങനെയുള്ളതായിരിക്കും ഷാളോ വെല്ലുകളുടെ? അത് മോഡറേറ്റ്ലി ഹാർഡാണ് ഷാളോ വെല്ലിനകത്ത് വെള്ളം ഉണ്ടാവുക. മോഡറേറ്റ്ലി ഹാർഡാവും അതിൻ്റെ കെമിക്കൽ ക്വാളിറ്റി.
അപ്പോൾ ഡീപ്പ് വെല്ലിലാകുമ്പോൾ നല്ല ഹാർഡ് വാട്ടർ ആയിരിക്കും, മച്ച് ഹാർഡറായിരിക്കും ഡീപ്പ് വെല്ലിലത്തെ വെള്ളം. ഇനി ബാക്ടീരിയോളജിക്കൽ ക്വാളിറ്റി വരുമ്പോൾ ഓഫൺ ഗ്രോസ്ലി കണ്ടാമിനേറ്റഡ് ആയിരിക്കും ഷോള വെല്ലുകൾ. കാരണം ആഴം കുറവായത് കാരണം കണ്ടാമിനേഷന് ഒരുപാട് സാധ്യതകളുണ്ട്. നേരെ മറിച്ച് ഡീപ്പ് വെല്ലിലാകുമ്പോഴോ ടാപ്ഡ് പ്യുവർ വാട്ടർ ആയിരിക്കും, കണ്ടാമിനേഷൻ ഒട്ടും ഉണ്ടാവില്ല. ബാക്ടീരിയോളജിക്കലായിട്ടുള്ള കണ്ടാമിനേഷൻ ഇല്ലാത്ത വെള്ളമാണ് ഡീപ്പ് വെല്ലുകളിൽ ഉണ്ടാകുന്നത്. ഈൽഡ് എന്ന് പറയുമ്പോൾ ഷോള വെല്ലിൽ യൂഷ്വലി ഗോസ് ഡ്രൈ ഇൻ സമ്മർ. വേനൽക്കാലങ്ങളിൽ ഷോള വെല്ലുകൾ ഡ്രൈ ആയി പോകും, വറ്റിപ്പോകും. എന്നിരുന്നാൽ ഡീപ്പ് വെല്ലിൽ പ്രൊവൈഡ് എ സോഴ്സ് ഓഫ് കോൺസ്റ്റൻറ്റ് സപ്ലൈ എന്നുണ്ട്. സ്ഥിരമായിട്ടുള്ള ഒരു സപ്ലൈ നിലനിർത്താൻ കഴിവുള്ളതാണ് ഡീപ്പ് വെല്ലുകൾ ഉള്ളത്. അപ്പം ഈ ഒരു കമ്പാരിസൺ, ഈ രണ്ട് കിണറുകളും തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കി പോകണം. ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. വെള്ളം എടുക്കുന്നത് എവിടെ നിന്നാണ്? ഷോള വെല്ല് എടുക്കുന്നത് എബോവ് ദി ഫസ്റ്റ് ഇംപ്രൂവൈസ് ലെയറും ഡീപ്പ് വെല്ല് വെള്ളം എടുക്കുന്നത് ബിലോ ദി ഫസ്റ്റ് ഇംപ്രൂവൈസ് ലെയറാണ്. അതുപോലെ തന്നെ കെമിക്കൽ ക്വാണ്ടിറ്റി ഷോള വെല്ല് മോഡറേറ്റ്ലി ഹാർഡായിരിക്കും, ഡീപ്പ് വെല്ല് മച്ച് ഹാർഡറായിരിക്കും. ബാക്ടീരിയോളജിക്കൽ ക്വാളിറ്റി വരുമ്പോൾ ഷോള വെല്ലുകളൊക്കെ കണ്ടാമിനേഷൻ സാധ്യത കൂടുതലാണ്, ഓഫൺ ഗ്രോസ്ലി കണ്ടാമിനേറ്റഡ്. ഡീപ്പ് വെല്ലുകളാകുമ്പോൾ അങ്ങനെ കണ്ടാമിനേഷൻ സാധ്യതയില്ല, ടാപ്പ് പ്യുവർ വാട്ടറാണ് ഡീപ്പ് വെല്ലിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. ഈൽഡ് എന്ന് പറയുമ്പോൾ ഷോള വെല്ലുകൾ വേനൽക്കാലമാകുമ്പോൾ പെട്ടെന്ന് തന്നെ വറ്റിപ്പോകും. ഡീപ്പ് വെല്ലുകൾ ആ ഒരു വാട്ടർ സപ്ലൈ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്താൻ കഴിവുള്ളവയാണ്. ഓക്കെ, ഇനി വേറെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് എന്താണ് ആർട്ടീഷ്യൻ വെൽസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ഓക്കെ, എ കൈൻഡ് ഓഫ് ഡീപ്പ് വെൽ ഇൻ വിച്ച് വാട്ടർ റൈസ് എബോവ് ദ ലെവൽ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, അതിന് ആർട്ടീഷ്യൻ വെൽ എന്ന് പറയും. അതിൻ്റെ കൂടെയുള്ളതാണ്, അതിൽ തന്നെയാണ് ഡഗ് വെൽസ് ഉണ്ട്. എന്താണ് ഡഗ് വെൽസ്? അതിനകത്താണ് രണ്ട് പ്രത്യേക പേരുകൾ നമുക്ക് ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുള്ളതാണ്. കച്ചാവെൽ, അതേപോലെ തന്നെ പക്കാവെൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കിണറുകൾ, അതാണ് ഡഗ് വെല്ലുകൾ. അതിനകത്ത് രണ്ട് ടൈപ്പാണ്. അൺലൈൻഡ് കച്ചാവെൽ എന്ന് പറഞ്ഞിട്ട് എന്താണ് അതിൻ്റെ അത് പറഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? വെൽ ഈസ് എ ഹോൾ ഡഗ് ഇൻ ടു ദി വാട്ടർ ബെയറിംഗ് സ്ട്രാറ്റം എന്ന് പറയുന്നത്. അതൊരു ഹോളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ മറ്റേതാണ് മാൻസോറി അല്ലെങ്കിൽ പക്കവെൽ എന്ന് പറഞ്ഞാൽ വെൽ ഈസ് എൻ ഓപ്പൺ വെൽ, തുറന്നതാണ്, ബിൽറ്റ് ഇൻ ബ്രിക്സ് ഓർ സ്റ്റോൺസ്. അതിന് കൂടെയുള്ള അടുത്തൊരു ടൈപ്പ് വരുന്നതാണ് സ്റ്റെപ്പ് വെൽസ് എന്ന് പറയുന്നുണ്ട്. എ കൈൻഡ് ഓഫ് പക്ക വെൽസ്. സ്റ്റെപ്സ് ആർ കൺസ്ട്രക്റ്റഡ് ഇൻ ടു ദീസ് വെൽ എനേബിൾ ടു പീപ്പിൾ ടു ഡിസെൻഡ് ഇൻ ടു വെൽ ടു ഫെച്ച് വാട്ടർ ഓർ കെഞ്ച് ദെയർ തേഴ്സ്റ്റ്. ആ കിണറിനകത്തേക്ക് ഇറങ്ങിപ്പോയി വെള്ളം എടുക്കാനുള്ള സൗകര്യമുള്ള കിണറുകളാണ് സ്റ്റെപ്പ് വെൽസ് എന്ന് പറയുന്നത്. ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ആർട്ടീഷ്യൻ വെല്ല് എന്താണ്, ഡഗ് വെൽസ് എന്താണ്, സ്റ്റെപ്പ് വെൽസ് എന്താണെന്ന് അതൊന്ന് മനസ്സിലാക്കി വെക്കുക. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത് എന്താ പറയുന്നത്? സാനിറ്ററി വെൽസ്. ഇനി ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് മീൻസ് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. എന്താണ് സാനിറ്ററി വെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ക്രൈറ്റീരിയകൾ എന്താണ്, അതാണ് പറയാൻ വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സാനിറ്ററി വെൽസിൻ്റെ? വൺ വിച്ച് ഈസ് പ്രോപ്പർലി ലൊക്കേറ്റഡ്, well constructed and protected against contamination with a view to yield a supply of safe water. അല്ലേ? നല്ല വൃത്തിയായി പ്രോപ്പറായിട്ടുള്ള സ്ഥലത്ത് വളരെ ക്ലീനായിട്ട് നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന, നല്ല രീതിയിൽ സംരക്ഷിച്ച് പോകുന്ന, അതുപോലെ തന്നെ നല്ലൊരു വാട്ടർ സപ്ലൈ ഈൽഡ് നിലനിർത്തുന്ന ഒരു കിണറിനെയാണ് സാനിറ്ററി വെൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരുപാട് പ്രത്യേകതകളുണ്ട് അല്ലേ? സാനിറ്ററി വെല്ലിന് ഒരുപാട് പ്രത്യേകതകൾ. എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളത്, എന്തൊക്കെ പ്രത്യേകതകൾ പാലിച്ചാലാണ് അതിന് സാനിറ്ററി വെല്ലെന്ന് പറയാൻ പറ്റുക, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് നമുക്ക് അതിൻ്റെ ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്. അല്ലേ, ഒരു സാനിറ്ററി വെല്ലിൻ്റെ ലൊക്കേഷൻ എങ്ങനെയുള്ള ലൊക്കേഷൻ ആയിരിക്കണം? ചൂസിങ് എ പ്രോപ്പർ സൈറ്റ്, വളരെ ഒരു കൃത്യമായിട്ടുള്ള സ്ഥലം, ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സ്ഥലം ഉണ്ടായിരിക്കണം അല്ലേ? അതിനെന്താണ്? ലൊക്കേറ്റഡ് നോട്ട് ലെസ് ദാൻ 15 മീറ്റർ. മനസ്സിലാക്കി ഒന്ന് കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കണം. ലൊക്കേറ്റഡ് നോട്ട് ലെസ് ദാൻ 15 മീറ്റർ 50 അടി
ഫ്രം ലൈക്ലി സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ. നമ്മൾ കണ്ടാമിനേഷൻ പൊല്യൂഷന് സാധ്യതയുള്ള പൊല്യൂഷന് സാധ്യത ഉണ്ടാവാത്ത മീൻസ് അതിൻ്റെ 50 അടി ഡയമീറ്ററിൽ ഒരു പൊല്യൂഷൻ ഉണ്ടാവാത്ത രീതിയിലായിരിക്കണം ഈ കിണർ നിർമ്മിക്കേണ്ടത്. ലൊക്കേറ്റഡ് അറ്റ് എ ഹയർ എവലേഷൻ വിത്ത് റെസ്പെക്ട് ടു ദി പോസിബിൾ സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ. ഓക്കെ, അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഒരു കണ്ടാമിനേഷൻ പ്ലേസിൽ നിന്ന് എത്ര ദൂരത്ത് ആയിരിക്കണം ഒരു കിണർ, അല്ലെങ്കിൽ ഒരു കിണറിൻ്റെ എത്ര ദൂരത്തായിരിക്കണം മറ്റ് ഈ നമ്മളിപ്പം വേറെ എന്തെങ്കിലും ഈ വേസ്റ്റ് ഡംപ് ചെയ്യുന്നതോ അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്കുകളോ അതൊക്കെ എത്ര അടി ദൂരത്താണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടതെന്നുള്ളതൊരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഉത്തരം പറയാൻ പറ്റണം. 15 മീറ്റർ ദൂരമാണ്. 50 അടി ദൂരത്തിൻ്റെ ഉള്ളിൽ ഈ കിണറിൻ്റെ അരികു ഭാഗത്ത് കണ്ടാമിനേഷനും പൊല്യൂഷനൊന്നും സാധ്യത ഉണ്ടാവരുത്. അത്തരത്തിലുള്ള കിണറുകളാണ് നമ്മൾ സാനിറ്ററി വെല്ലായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ 50 അടി ദൂരത്തിന് ആ ഒരു ചുറ്റളവിൽ യാതൊരുവിധ പൊല്യൂഷനും കണ്ടാമിനേഷനും ഉണ്ടാവാൻ പാടില്ല. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി വെൽ ആൻഡ് ദി ഹൗസസ് ഷുഡ് ബി ആൾസോ ബി കൺസിഡേർഡ്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ കിണറിൽ നിന്നും വീടുകളിലേക്കുള്ള ദൂരം ആ ഒരു ഡിസ്റ്റൻസ് പരിഗണിക്കണം. കാരണം ഒത്തിരി ദൂരെയുള്ള കിണറുകളാകുമ്പോൾ അത് പരിചരിക്കാനും അതിൽ നിന്ന് വെള്ളം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുകൾ വരും. വളരെ കുറച്ച് അടുത്തുള്ള സ്ഥലങ്ങളിൽ ആയിരിക്കുമ്പോഴാണ് അത് കൃത്യമായിട്ട് പരിപാലിച്ച് കൊണ്ടുപോകാനും എളുപ്പമാകുന്നത്. ഓക്കെ, അപ്പോൾ ആ കിണറിൻ്റെ ലൊക്കേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി അതിൻ്റെ ലൈനിങ് ആണ് പറയുന്നത്. എന്താണ് കിണറിൻ്റെ ലൈനിങ്? ഒരു സാനിറ്ററി വെല്ലിൻ്റെ ലൈനിങ് എന്തായിരിക്കണം? ഷുഡ് ബി ബിൽറ്റ് ഓഫ് ബ്രിക്സ് ഓർ സ്റ്റോൺ സെറ്റ് ഇൻ സിമെൻറ്റ് അപ് ടു ഡെപ്ത് ഓഫ് അറ്റ്ലീസ്റ്റ് 6 മീറ്റർ. 6 മീറ്റർ ഡെപ്തിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു ലൈനിങ് നിർമ്മിക്കണം. കിണറിൻ്റെ ഉൾഭാഗത്ത് കൃത്യമായിട്ടുള്ള ഒരു ലൈനിങ് നിർമ്മിക്കണം. 6 മീറ്റർ ആഴത്തിൽ അത് കല്ലുകൊണ്ട് സിമെൻ്റൊക്കെ വെച്ച് നല്ല രീതിയിലുള്ളൊരു ലൈനിങ് നിർമ്മിക്കണം. ബി ക്യാരിഡ് 60 to 90 സെൻറ്റിമീറ്റർ എബോവ് ദി ഗ്രൗണ്ട് ലെവൽ. ആ ഒരു 6 മീറ്റർ കഴിഞ്ഞിട്ടും 2-3 മീറ്റർ ഉയരത്തിൽ ആ ഒരു ലൈനിങ് നിൽക്കണം. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 2-3 അടി ഉയരത്തിൽ ആ ഒരു ലൈനിങ് ഉണ്ടായിരിക്കണം ഈ കിണറിന്. അതുപോലെ തന്നെ അടുത്തിന് നല്ല രീതിയിലുള്ള ഒരു പാരപ്പറ്റ് വാൾ ഉണ്ടായിരിക്കണം കിണറിന്. ആ പാരപ്പറ്റ് വാളിൻ്റെ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് 70 to 75 സെൻറ്റിമീറ്ററാണ്. 28 ഇഞ്ചാണ് ആ ഒരു പാരപ്പറ്റ് വാളിൻ്റെ. എബോ ഗ്രൗണ്ട് നമുക്കറിയാമല്ലോ, കിണറിൻ്റെ പാരപ്പറ്റ് നമുക്ക് കണ്ടിട്ടുള്ളതല്ലേ. അതൊരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു 70 മുതൽ 75 സെൻറ്റിമീറ്റർ ഉയരത്തിൽ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു പാരപ്പറ്റ് വാൾ ഈ കിണറിന് ഉണ്ടായിരിക്കണം. ഇനി എന്താണ് വേണ്ടത്? കൃത്യമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കണം. എ സിമെൻറ്റ് കോൺക്രീറ്റഡ് പ്ലാറ്റ്ഫോം റൗണ്ട് ദി വെൽ എക്സ്റ്റെൻഡഡ് അറ്റ്ലീസ്റ്റ് 1 മീറ്റർ. 1 മീറ്റർ ഉള്ള ഒരു പ്ലാറ്റ്ഫോം കിണറിന് ചുറ്റും ഉണ്ടായിരിക്കണം. 3 അടിയാണ് പറയുന്നത് കിണറിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ നീളം. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമിന് ഒരു സ്വഭാവം ഉണ്ടായിരിക്കണം. ജെൻറ്റിൽ സ്ലോപ്പ് ഔട്ട്വേർഡ് ടുവേർഡ്സ് ദ ഡ്രെയിൻ. എങ്ങനെയാണ്? കിണറിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു ചെറിയൊരു സ്ലോപ്പ് ഉണ്ടായിരിക്കണം. കാരണം ഈ നമ്മളിപ്പം വെള്ളം കോരുമ്പോഴൊക്കെ ഉള്ള അതിൻ്റെ ഒഴുകി പോകുന്ന വെള്ളമെല്ലാം തിരിച്ച് വീണ്ടും കിണറിനോട് കിണറിൻ്റെ അടുത്തേക്ക് ഒഴുകിച്ചേരാതെ പുറത്തേക്ക് പോകാനുള്ള രീതിയിലായിരിക്കണം സ്ലോപ്പ് ഉണ്ടായിരിക്കണം. അതിന് കൂടെ തന്നെയാണുള്ളതാണ് ഒരു ഡ്രെയിൻ ഏരിയ, ഒരു പക്ക ഡ്രെയിൻ ഏരിയ ഉണ്ടായിരിക്കണം. നമ്മളിപ്പം ഈ ക്യാരി ഓഫ് ഈ സ്പ്ലിറ്റഡ് വാട്ടർ ഉണ്ടാവില്ല, നമ്മൾ വെള്ളം എടുക്കുമ്പോഴൊക്കെ പഴയ പോകുന്ന വെള്ളം, ഇതെല്ലാം ഒരു ഡ്രെയിൻ ഏരിയയിലേക്ക് വേണം ഈ വെള്ളം എല്ലാം പോവേണ്ടത്. അതൊരു പബ്ലിക് ഡ്രെയിനിലേക്ക് പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കണം. ഇനി എന്താ വേണ്ടത്? അടുത്ത് വരുന്ന ഒരു കവറിങ് ആണ് വേണ്ടത്. കവറിങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ ടോപ്പ് കവർ ഓഫ് ദി വെൽ ഷുഡ് ബി ക്ലോസ്ഡ് ബൈ എ സിമെൻറ്റ് കോൺക്രീറ്റ് കവർ. ഒരു കൃത്യമായിട്ടുള്ള ഒരു കവറിങ് ഉണ്ടായിരിക്കണം. എന്തിനാണ് കവറിങ് ഉപയോഗിക്കുന്നത്? അത് പൊല്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അത്തരത്തിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു കവറിങ് ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഹാൻഡ് പമ്പ് അതിനകത്ത് ഉണ്ടായിരിക്കണം. എക്യുപ്ഡ് വിത്ത് എ ഹാൻഡ് പമ്പ് ഫോർ ലിഫ്റ്റിംഗ് ദി വാട്ടർ. വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാൻഡ് പമ്പ് ഉണ്ടായിരിക്കണം. ഇനി അതുപോലെ തന്നെ അതിന് പ്രധാനപ്പെട്ടതാണ് കൺസ്യൂമർ റെസ്പോൺസിബിലിറ്റി. കൺസ്യൂമർ റെസ്പോൺസിബിലിറ്റിയിൽ എന്തൊക്കെയാണ് പറയുന്നത്?
സ്ട്രിക്റ്റ് ക്ലീനിനെസ് ഷുഡ് ബി എൻഫോഴ്സ്ഡ് ഇൻ ദി വിസിനിറ്റി ഓഫ് ദി വെൽ. അത് ഉപയോഗിക്കുന്ന ഈ കിണറിലെ വെള്ളം ഉപയോഗിക്കുന്നവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട് കിണർ വൃത്തിയായിട്ട് സൂക്ഷിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടില്ല. റോപ്സ് ആൻഡ് ബക്കറ്റ് ഫ്രം ഇൻഡിവിജ്വൽസ് ഹോം ഷുഡ് ബി നോട്ട് യൂസ്ഡ് ഫോർ ഡ്രോയിങ് സപ്ലൈ ഫ്രം ദി വെൽ. ഇപ്പം നമ്മളറിയാമല്ലോ, ഒരു പബ്ലിക് വെല്ലിൽ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഒരു ബക്കറ്റോ ഒരു കയറോ അത് വെള്ളം കോരാൻ ഉപയോഗിക്കാനുണ്ടെങ്കിൽ അത് ആ റോപ്പും ആ ഒരു ബക്കറ്റും എല്ലാം എത്രത്തോളം ക്ലീൻ ആക്കുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ഉപയോഗം കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്തോട്ടൊക്കെ വലിച്ചെറിഞ്ഞോ അങ്ങനെയൊക്കെ പോകും. അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് ഇൻഡിവിജ്വൽ ഓരോ കുടുംബത്തിനും അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന ഓരോ വീടുകളിലേക്കും പ്രത്യേകം ബക്കറ്റുകളും കയറുകളും ഉണ്ടായിരിക്കുന്നത് വളരെ നന്നായിരിക്കും. അതൊക്കെ ഈ കിണറിൻ്റെ ശുചിത്വം പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കണം. എന്താണ് അതും കൺസ്യൂമർ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ്. ഒരു അവബോധം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ആ കിണറിൻ്റെ ചുറ്റും നിന്ന് വസ്ത്രം അലക്കുക, അതുപോലെ തന്നെ കന്നുകാലികളെ കുളിപ്പിക്കുക, മനുഷ്യർ തന്നെ കുളിക്കുക, ഇത്തരം കാര്യങ്ങളൊന്നും അവിടെ അനുവദിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇങ്ങനെയൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ കിണറിലേക്ക് ഇതിൻ്റെ ഈ അഴുക്ക് പദാർത്ഥങ്ങളും അല്ലെങ്കിൽ അതൊക്കെ കിണറിലേക്ക് വീണ് അത് കണ്ടാമിനേഷന് സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഹെൽത്ത് എഡ്യൂക്കേഷനും കൂടെ കൊടുക്കേണ്ടത് കൺസ്യൂമർ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ്. ഇനി നമുക്കതിൻ്റെ ഈ ക്വാളിറ്റിയിൽ എന്താ പറയുന്നത്, അതിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ബാക്ടീരിയൽ ക്വാളിറ്റി ഓഫ് വാട്ടർ ഷുഡ് കംഫർട്ട് വിത്ത് ദി അക്സെപ്റ്റബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റി ഓഫ് സേഫ് ആൻഡ് ഹോൾസം വാട്ടർ. നമുക്കത് കൃത്യമായിട്ട് റുട്ടീനായിട്ട് ചെക്ക് ചെയ്യണം. ഇപ്പം മഴക്കാലം ആകുമ്പോൾ തന്നെ കിണറുകളിലൊക്കെ വെള്ളം കൂടും, അതുപോലെ തന്നെ വേനൽക്കാലം ആകുമ്പോൾ നന്നായിട്ട് വെള്ളം താഴ്ന്നു പോകും. അപ്പോഴൊക്കെ ഇത് നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ആ വെള്ളത്തിൻ്റെ ഗുണനിലവാരം ഉള്ളത് എന്ന് കൃത്യമായിട്ട് അത് ചെക്ക് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ആ കിണറിലെ വെള്ളം കൃത്യമായിട്ട് ഉപയോഗിക്കാനും പിന്നെ അതൊരു സാനിറ്ററി വെല്ലായിട്ട് നമുക്ക് നിലനിർത്താനും സാധിക്കുകയുള്ളൂ. അപ്പോൾ സാനിറ്ററി വെല്ലിൻ്റെ ക്രൈറ്റീരിയകൾ, അതിൻ്റെ സ്വഭാവ ഗുണങ്ങൾ, ഇത്തരം പോയിൻറ്റുകളാണ്. അതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ബാക്കി ഇനി അടുത്ത നെക്സ്റ്റ് പോയിൻറ്റുകളൊക്കെ ആയിട്ട് അടുത്തടുത്ത വീഡിയോകളിൽ കാണാം.